കേരളത്തില്, അതായത് കൃത്യമായി പറഞ്ഞ മലപ്പുറത്തെ തിരുനാവായയില് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു 19 ദിവസം നീണ്ടു നിന്ന ഹിന്ദു സംഘപരിവാർ സംഘടനകളുടെ കാർമ്മികത്വത്തിലും ആഭിമുഖ്യത്തിലും സംഘടിപ്പിച്ച ഒരു വലിയ ഹിന്ദുത്വ രാഷ്ട്രീയ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. മഹാമാഘ മഹോത്സവമാണ് എന്നുള്ള പലതരം അവരുടേതായ ടെർമിനോളജിയിലുള്ള പലതരത്തിലുള്ള പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന അതിന് അവർ പറയുന്ന ന്യായീകരണങ്ങളും സംഗതികളും എല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുതിയ കടന്നുവരവും കൂടിയിട്ടാണ്. അതിനുള്ളൊരു അന്തരീക്ഷം കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഒരുക്കി അവസാനം ഇത് പറയുന്ന ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന പോലുള്ള ഒരു ആഘോഷമെന്നോ ഹിന്ദു മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു വലിയ ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടിയായിട്ട് ഇതിനിവിടത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഇറക്കുമതി ചെയ്യുമ്പോഴും ഇതിനുള്ള ഒരു രാഷ്ട്രീയ പരിസരം കുറെ കാലങ്ങളിലായിട്ട് കേരളത്തിൽ ഒരുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൊളിറ്റിക്കൽ ഹിന്ദുത്വയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പും കൂടിയായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടി വരും. ഇതിന്റെ ഭാഷയിലുള്ള ഒരു മാറ്റം വളരെ കൗതുകകരമായിട്ടും ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ, അത് ഈ ഹിന്ദുത്വ ടെർമിനോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഷയാണ്. ആളുകളെല്ലാം ഇത് കാണാൻ വരുന്ന ആളുകളെല്ലാം വെറുതെ കണ്ടുപോകുകയല്ല ചെയ്യുന്നത്, അവരതെല്ലാം ദർശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തില് തമാശയായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് രാമായണവും മഹാഭാരതവും ഒക്കെ രാമാനന്ദ സാഗറിന്റെ ഈ സീരിയല് ദൂരദർശനിൽ വന്നിരുന്ന കാലത്ത് മാതൃഭൂമിന്റെ സൺഡേ സപ്ലിമെന്റിൽ ഇതിന്റെ ഒരു വിവർത്തനം കൊടുക്കാറുണ്ടായിരുന്നു. നമ്മളെല്ലാം അത് വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടാണ് ഇത് കാണാൻ പോയിരുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഭാഷ കാലത്തിന് നമ്മൾ ഇന്ന് സാധാരണ വർത്തമാനത്തിലോ എഴുത്തു ഭാഷയിലോ ഉപയോഗിക്കാത്ത ഒരു തരം ഭാഷയാണ്, വാക്കുകളാണ് ഒരു പുരാണ കാലത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു മിത്തിക്കൽ കോമ്പോസിഷനിലേക്ക് നാടിനെ, ഭാഷയെ ഒക്കെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ പത്രങ്ങൾ അത് വലിയ ആഘോഷമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ വ്യാപകമായിട്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭാഷ മാത്രമല്ല, അതിൻ്റെ ചിഹ്നങ്ങൾ, അതിൻ്റെ നിറം, അതിൻ്റെ വിഷ്വൽ ഒരു സ്പെക്ടക്കിൾ എന്നുള്ള രീതിയിലുള്ള ആ ആഘോഷത്തിന്റെ ചിത്രീകരണം, പലതരം BGMകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഷ്വൽ കൾച്ചർ, ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഈ പറയുന്ന സംഗതി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇതിന്റെ ചരിത്രപരതയിലേക്ക്, ഇപ്പൊ മാമാങ്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രത്തിനെ കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ഇത്തരം ഹിന്ദു രൂപങ്ങൾ, ഈ ഒരു ജടയും കാവ്യവും ചുറ്റിയ അതില്ലാത്ത മനുഷ്യരൊക്കെ, അതായത് ആ ഒരു ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള രൂപങ്ങൾ കേരളത്തിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വരുമ്പോൾ അതിൽ മലയാളം സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരത്തിൽ ഇതിന്റെ ഒരു പരിസരം വളരെ കൃത്യമായിട്ട് ഒരുക്കുകയും ഇതിന്റെ തുടർച്ചയായിട്ട് ഇനി 2028 കുംഭമേള എല്ലാ അർത്ഥത്തിലുമുള്ള 45 ദിവസം അടുത്ത വർഷം തൊട്ടിട്ട് ഇതിപ്പോ 19 ദിവസവും മറ്റോ ആയിരുന്നു. അടുത്ത വർഷം തൊട്ടിട്ട് 45 ദിവസത്തിലേക്ക് അത് നീളുന്നു. 2028 പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു കുംഭമേള നടത്തുമെന്നാണ് സംഘപരിവാര സംഘങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2029 ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മുഖ്യധാര പത്രങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ അതിനെ അവഗണനയുടെ ഒരു രാഷ്ട്രീയം പയറ്റുകയാണ് എന്ന് അവകാശപ്പെടാമെങ്കിലും അത് ഒരുതരം എതിർപ്പുമില്ലാതെ വളരെ ചെറിയ, ഇപ്പൊ പാലത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു കളക്ടർ എന്ന് പറയുന്ന അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എതിർപ്പുകൾക്ക് അപ്പുറത്തേക്ക് ഇതിനെ ചിത്രീകരിക്കുന്നത് ഒരു മതമൈത്രിയുടെ സംഗമമായിട്ടും ഇതിനെ ഒരു എതിർപ്പുകളില്ലാതെ നടന്നുപോയൊരു സംഗതിയായിട്ടും ഇതിനൊരു സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു പശ്ചാത്തലം കൃത്യമായി ഒരുങ്ങി എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു ത്രട്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ പോരാ. ഈ പരിസരം ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന്റെയും ഒരുക്കങ്ങളുടെയും കാത്തിരിക്കാൻ ശേഷിയുള്ള ഒരു സംഘടന കൂടിയാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്, RSS എന്ന് പറയുന്നത്. പൊങ്കാല തുടക്കകാലത്ത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ പൊങ്കാല ഇതുപോലത്തെ ആഘോഷമൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇവിടുത്തെ എല്ലാ സർക്കാരുകളും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു ഹിന്ദുത്വ ആഘോഷമായിട്ട് പുറം രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ കൂട്ടം കൂട്ടമായിട്ട് എത്തുന്ന ഒരു വലിയ ഉത്സവമോ അല്ലെങ്കിൽ ഒരു ഹിന്ദു പരിപാടിയൊക്കെ ആയിട്ട് അത് മാറാണ്. ഈ പറയുന്ന മകരവിളക്ക് കത്തിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതങ്ങനെയല്ലാന്ന് സ്ഥാപിക്കുന്നു. ഇത് കർപ്പൂരം കത്തിക്കുകയാണെന്നും ഒക്കെ ഏറ്റവും ആദ്യം വിഷ്വലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടെലിവിഷൻ എന്ന് പറയുന്നത് കൈരളി TV. അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ആ കൈരളി TV തന്നെയാണ് ഈ ഇതിന്റെ ലൈവ് സൂര്യ TVക്ക് ശേഷം മകരവിളക്കിന്റെ ലൈവ് ആദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയതും ഇതേ കൈരളി TV ആണെന്നുള്ളൊരു വൈരുദ്ധ്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ള കാലത്ത് അത് എല്ലാ ടെലിവിഷൻ ചാനലുകളും ഏറ്റെടുക്കുകയും ഇപ്പോഴും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അവിടെ കത്തിക്കുകയാണെന്ന്. പക്ഷെ എന്നിട്ടും ഭക്തിസാന്ദ്രമായ അകമ്പടിയോടുകൂടിയൊക്കെ ഇതിനകത്ത് കൃത്യമായൊരു എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്, എക്കോണമിയുടെ ഒരു തലവും കൂടിയുണ്ട്, മാർക്കറ്റ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. പ്രകൃതിയുടെ മിശ്രണം, ടാറ്റയുടെ പാക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഭക്തിയുടെയും പൊളിറ്റിക്സിന്റെയും എക്കോണമിയുടെയും പാക്കിങ്ങും മിശ്രണവും നടത്തിയിട്ടാണ് സംഘപരിവാർ ഇവിടെ ഈ ഒരു വേദി, ഈ ഒരു സംഗതി ഉണ്ടാക്കിയത്. അതിന് രാഷ്ട്രീയ പാർട്ടികളോ യുവജന സംഘടനകളോ മതേതരത്വം പറയുന്ന ഇവിടത്തെ സാംസ്കാരിക നായകരോ അവഗണനയുടെ രാഷ്ട്രീയമാണ് പയറ്റുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു തരം ഇരട്ടത്താപ്പാണ്. എതിർക്കേണ്ടതിനെ എതിർത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ RSSന്റെ വൈദിക ബ്രാഹ്മണ്യം മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ തരം ഒരു ഹിന്ദുത്വ ഭൂമിയാക്കി കേരളത്തിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ കുംഭമേള എന്ന് അറിയപ്പെടുന്ന ഈ ഉത്സവത്തിന്റെ പേര് നടന്നിട്ടുണ്ട്. അതായത് പരശുരാമൻ മഴ പറഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള മിത്തിക്കലായിട്ടുള്ള കെട്ടുകഥകള് അത് വീണ്ടും വീണ്ടും കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ ഉത്ഭവിക്കുന്ന ആനമുടിയിൽ നിന്ന് രഥയാത്ര തുടങ്ങുന്നു. അത് മറ്റേ കോയമ്പത്തൂര് ജില്ലയിൽ നിന്നൊക്കെ സ്റ്റാലിൻ തടയുകയും വിഗ്രഹം കാറിലിട്ടിട്ടാണ് കൊണ്ടുവന്നത് പാലക്കാട് വരെ. അപ്പോഴൊന്നും ആചാര ലംഘനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അത് കേരളത്തിൽ കൊണ്ടുവന്ന ഘോഷയാത്രയോടുകൂടി സ്ഥാപിക്കപ്പെടുന്നു. അതുപോലെ കേരളീയർക്ക് പരിചിതമല്ലാതിരുന്ന ഹര ഹര മഹാദേവ ശ്ലോകങ്ങള്, സ്നാനം, ആരതി എന്ന് പറയുന്ന ടേംസ്, അങ്ങനെയൊക്കെ വളരെ ഒരു വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെതായിട്ടുള്ള ഒരു ഭൂമിയാക്കിയിട്ട് ഒരു ഭാർഗവ ക്ഷേത്രം എന്ന് മലയാളികളും കേരളീയർക്ക് എത്രയോ കാലം നവോത്ഥാനത്തിന് മുമ്പൊക്കെയുള്ള ഒരു അതിപ്രാചീനവും പ്രാകൃതമായിട്ടുള്ള കാലത്ത് നിലനിന്നിരുന്ന ഐതിഹ്യങ്ങളൊക്കെ വീണ്ടും പ്രതിഷ്ഠിക്കുകയാണ്. മാത്രമല്ല ഇതിലെ ഈ ചരിത്രം, അതായത് RSS എന്നും ചെയ്തിരുന്ന ചരിത്രത്തിനെ വളച്ചൊടിക്കുക, വർഗീയവൽക്കരിക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് വളരെ ബോധപൂർവം ഇതിൽ നടക്കുന്നുണ്ട്. അതായത് ഇതിൽ ഈ ആനന്ദവനം ഭാരതി അടക്കമുള്ള സ്വാമിമാരുടെ അതെ പി സലീൽ എന്ന് പറഞ്ഞ കേരളോർമയിലെ മുൻ SFIക്കാരനാണെന്ന് അഭിമാനപൂർവ്വം വീണ്ടും പൂർവാശ്രമം ബോധപൂർവം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആനന്ദവനം ഭാരതിയിലെ അടക്കമുള്ള റീലുകളിൽ, സന്യാസിമാരുടെ റീലുകളിൽ ഈ ബാബറി മസ്ജിദ് തകർത്തതുപോലുള്ള സംഘപരിവാറിന്റെ വംശീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള നടപടികളൊക്കെ ഹിന്ദുധർമ്മം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്നുള്ള രീതിയിലാണ് ചരിത്രത്തിനെ വളച്ചൊടിക്കുന്നത്. മാത്രമല്ല സായുധ സംഘങ്ങളായിട്ടുള്ള സന്യാസിമാരുടെ മുൻകൈയിലാണ് ഇന്ത്യയിൽ ഹിന്ദുധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക എന്നുള്ളൊരു പാഠം വീണ്ടും വീണ്ടും, അതായത് ഒരു ഹിന്ദുത്വത്തിന്റെ ഹിംസാത്മകതയെ ആവർത്തിച്ച് സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം. അതുപോലെ തന്നെ ഈ നമ്മളൊരു പരിഹാസ്യമായിട്ടുള്ളൊരു ഒരു വാദം അവർ പറയുന്നത് ഗംഗാനദിയിലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുംഭമേളയ്ക്ക് കുളിക്കുന്നതിന് നികുതി ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരായിട്ട് നടന്നുള്ള സന്യാസി മ്യൂട്ടിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ. അതൊക്കെയാണ് കേരളത്തിന്റെ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ മനില പറഞ്ഞ പോലെ തിരുനാവായിലേക്ക് മാധ്യമങ്ങളിൽ എഴുതിയ പോലെ ഒരു ജാതി മതമൊന്നും ഇല്ലാത്ത വിശ്വാസി സമൂഹം സ്വാഭാവികമായിട്ട് ഒഴുകിയെത്തുന്ന ഒരു വിശ്വാസി സമൂഹമല്ല. നമ്മൾ അമ്പരപ്പിക്കുന്നതാണ് ആൾക്കൂട്ടം. 20 ലക്ഷം പേരെന്ന് അവർ പറയുന്നു. അത് ചിലപ്പോൾ പൊങ്കാലയുടെ പറയുന്ന പോലുള്ള എക്സാജറേഷൻ ആയിരിക്കാം. എങ്കിലും ആയിരക്കണക്കിന് പേര് പങ്കെടുത്തു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. ഇത്രയും ആൾക്കാര് ഈ കെട്ടുകഥകളിലേക്കും ഈ പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളിലേക്കും ഹിന്ദുത്വത്തിലേക്കും ഒക്കെ ആകർഷിക്കാനും ഒക്കെ കഴിയുന്നതിന്റെ അതൊരു അപകടകരമായിട്ടുള്ള, കേരളത്തിനെ സംബന്ധിച്ചൊരു അപകടകരമായ സൂചനയാണ്. പ്രത്യേകിച്ച് അവര് ഈ നാഷണൽ മീഡിയ ഒക്കെ ഇതിനെ വിൽക്കാൻ ശ്രമിച്ചത് മലപ്പുറം എന്ന് പറഞ്ഞൊരു ഫാക്ടർ അതിന്റെ ഒരു മുസ്ലിം ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളം എന്നുള്ള ഒരു ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഈ ആനന്ദവനം ഭാരതി അദ്ദേഹത്തിന്റെ പൂർവാശ്രമം പേർത്തും ആവർത്തിക്കുന്നത് ഒരിക്കലും സന്യാസിമാർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. പൂർവാശ്രമമൊക്കെ വിട്ടു പോകുന്നുള്ള ആൾക്കാരാണ്, SFIക്കാരനാണ്, കേരളോർമയിലാണ് പഠിച്ചത് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം തന്നെ അതിനൊരു പൊളിറ്റിക്കൽ ലാക്ക് കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഐതിഹ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും ഒരു ഹിന്ദുത്വവൽക്കരണം മാത്രമല്ല, പരമാവധി എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു RSSന്റെ പ്രൊജക്ട്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു
RSS പ്രൊജക്റ്റ് ആണെന്ന് തെളിയിക്കാൻ നമ്മളുടെ മുന്നിൽ ദൃശ്യമാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ സന്യാസി മഠങ്ങളെയും ആചാര്യന്മാരെന്ന് അറിയപ്പെടുന്ന ഈ ആൾക്കാരെയും ഒക്കെ വിപുലമായിട്ടുള്ള ആ ഹിന്ദുത്വ പ്ലാറ്റ്ഫോമിനും ഒക്കെ ഒരൊറ്റ സ്ഥലത്ത് കൊണ്ടുവരുന്നതിന് സംഘപരിവാർ കഴിഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിലെ 4 ശങ്കര മഠങ്ങളിലെ സന്യാസിമാര് അവരുടെ ഒരു ആർഗ്യുമെന്റ് ആണ്, അപൂർവമായി മാത്രമേ ഒന്നിച്ചു വരാറുള്ളൂ. അപ്പൊ ശങ്കരാചാര്യ സ്ഥാപിച്ച ശങ്കരമഠങ്ങളിലെ അത് ആദ്യമായിട്ടാണ് അത്ര തിരുനാവായിൽ കൊണ്ടുവരുന്നത്. അതുപോലെ അമൃതാനന്ദമയി മഠം പോലുള്ള അവരായിരുന്നു അതിന്റെ മുഖ്യ രക്ഷാധികാരി. അമൃതാനന്ദമയി മഠം പോലുള്ള സന്യാസി സമൂഹങ്ങൾ, അതുപോലെ BJPയും RSSനും ഒരു പൊളിറ്റിക്കൽ സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ വിപുലമായ തരത്തിലുള്ള പ്ലാറ്റ്ഫോം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് തൊട്ടു മുൻപാണ് വിശാല ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാരേറ്റീവ് കൊണ്ടുവന്നിട്ട് SNDPയും NSS തമ്മിലുള്ള ഒരു ഐക്യ ചർച്ചയുടെ ശ്രമം നടത്തിയത്. ശരിക്കും ആ രാഷ്ട്രീയ രംഗത്ത് സമാന്തരമായി നടത്തിയിട്ടുള്ള എങ്ങനെയാണോ RSSന്റെ കാർമ്മികത്വത്തിൽ അങ്ങനെ ഒരു മൂവ് നടന്നത്, അതേ സമാന്തരമായിട്ട് തന്നെ ആ ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തപ്പെട്ടിട്ടുള്ള ഒരു വളരെ ബുദ്ധിപരമായി എന്ന് തന്നെ പറയണം ആയിട്ടുള്ള ഒരു വർഗീയ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. RSSന്റെ ഒരു പ്രൊജക്ട് തന്നെയാണ് ഇത് എന്നുള്ള അതാണ് അതിന്റെ അപകടകരമായ ഒരു സാധനമായിട്ട് നമ്മൾ കാണേണ്ടത്. അതിനോട് തന്നെ പൂർണ്ണമായി യോജിച്ച് ഈ പറയുന്ന പോലെ പോസിറ്റീവ് അല്ല, പക്ഷെ വെൽ പ്ലാൻഡ്, വെൽ ഓർഗനൈസ്ഡ് ഒരു പ്രാക്ടിക്കൽ ഹിന്ദുത്വ പ്രൊജക്റ്റാണ്. അത് പുതിയൊരു സംഗതിയാണ് ഇപ്പൊ കേരളത്തില്. അതായത് ഈ സംഘപരിവാർ ഇപ്പം വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഫാഷിസ്റ്റ് പദ്ധതിയാണ് സംഘപരിവാറിന്റെ നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു 2 MP-മാരുണ്ടായിരുന്നു. അവർ വലിയൊരു കാര്യമായിട്ട് അവരെടുത്തു പറയുന്നത് 2 MP-മാരുണ്ടായിരുന്ന ഒരു പാർട്ടി രാജ്യം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി, പിന്നീട് തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. അപ്പൊ കേരളം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ പൊളിറ്റിക്കലായിട്ടും ഒക്കെ ഈ സംഘപരിവാറിന് അങ്ങനെ വഴങ്ങാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് ഇപ്പൊ നിലവിൽ എന്തായാലും. അപ്പൊ അത് പൊളിറ്റിക്കലായിട്ട് പാർലമെന്ററി പൊളിറ്റിക്സിൽ അടക്കം ഉള്ള ഒരു മാറ്റത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചിട്ട് കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണിത്. അതില് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ഇപ്പൊ നമുക്ക് നോക്കിയാൽ നേരിട്ട് BJPയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ BJPയുടെ പൊളിറ്റിക്കൽ ലെവലിലുള്ള ആളുകളൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ഇപ്പൊ ഈ മാധ്യമങ്ങൾ അവഗണിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും അതിനെപ്പറ്റി വല്ലാതെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കൃത്യമായിട്ട് അതിന്റെ പിന്നണിയിൽ എന്താണെന്നും ഇത് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ തന്നെയാണ് ഇത് നടന്നു പോകുന്നത്. കേരളത്തിന്റെ ഒരു പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ഒരു എന്താ പറയാ BJPയുടെ ഒരു പ്രതിനിധാനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആകെ ഒരു MP, ഒരു MLA, ഒരു മേയർ എന്നുള്ളൊരു അവസ്ഥയിൽ അവർക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ശാഖകള് രക്ഷാബന്ധൻ, പിന്നെ ഈ ശോഭയാത്രകള്, അങ്ങനെ ഇതെല്ലാം ഗണേശോത്സവത്തിലെത്തിയിട്ടുണ്ട്. അതെ, ഗണേശോത്സവം. അപ്പൊ ഇതിന്റെയൊക്കെ പുതിയ പിന്നെ ഇപ്പോ രാഖി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു ചിഹ്നങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ ഒരു മൈതാനം മുഴുവൻ ഇത്തരത്തിലുള്ള നമ്മൾ കാണാത്തൊരു കാഴ്ച ഒരു മൈതാനം മുഴുവൻ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ ഇതൊരു എന്താ പറയാ ഒരു ലോങ് ടേം പ്രോജക്റ്റിന്റെ ഒരു മണ്ണൊരുക്കുന്നതിനുള്ള ഒരു വിത്തിട്ട പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തിരുനാവായിൽ ഇത് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സാംസ്കാരിക പരിപാടികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അത് ഒരു സംഘപരിവാരവൽക്കരണത്തിലേക്ക് പോവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം നോക്കിയാൽ അറിയാം. അത് മുൻപ് യേശുദാസ് ഒക്കെ പാടിയിരുന്ന വളരെ കാമുക ഭാവത്തോടുകൂടി പാടിയിരുന്ന ഈ പാട്ടുകളൊക്കെ ഒരു തരം ഭജന എന്നുള്ള രീതിയിലാണ് അവർ ആ ലളിതഗാനങ്ങൾക്ക് ഭജനകളായിട്ട്. മാത്രമല്ല അവരുടെ പരിപാടികൾ അവര് മാത്രമല്ല പാടുന്നത്, കേൾക്കാനിരിക്കുന്ന ഓഡിയൻസിനെ കൊണ്ട് മൊത്തം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഭജനയായിട്ട് ഒരു വിശ്വാസി സമൂഹം, ഒരു ക്ഷേത്രത്തിന് മുന്നിലൊക്കെ കണ്ണും അടച്ച് കയ്യും കൊപ്പിയിട്ട് കാണുന്ന ഒരു വിശ്വാസി സമൂഹത്തിനെ പോലെയാണ് ഒരു സാംസ്കാരിക പരിപാടി എന്ന വ്യാജേന അവതരിപ്പിക്കുന്ന ഈ പരിപാടികൾക്കൊക്കെ ആൾക്കൂട്ടം എത്തുന്നത്. ധാരാളം ആൾക്കൂട്ടത്താണ്. ഭജനസംഘങ്ങളുടെ ധാരാളം ഭജനസംഘങ്ങൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം കാണാം. അത് RSSന്റെ ഗണഗീതമാണോ പാടുന്നത്, ഹിന്ദു ഭക്തിഗാനമാണോ പാടുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അത്രയും കൂടിക്കുടഞ്ഞുകൊണ്ട് സിനിമ പാട്ടാണ് പാടുന്നത് എന്നുള്ളത്.
അതുപോലെ ഈ വയലിനിൽ അതിഗംഭീരമായിട്ട് വയലിൻ വായിക്കുന്ന ഗംഗാ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ പരിപാടികൾ ശ്രദ്ധിച്ചാൽ അറിയാം. അത് പതുക്കെ ആ കുട്ടി ഒരു ക്ഷേത്രത്തിലെ പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ റീല് അതിന് മുൻപായിട്ട് കൊടുക്കും. അതായത് ആ കുട്ടി തന്നെ പറയുന്നത്, നമ്മൾ ഇന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇന്ന ഉത്സവമാണ്, അതിന് ഞാൻ വയലിൻ വായിക്കാൻ വരുന്നുണ്ട്, എല്ലാ ഭക്തജനങ്ങളും ഈ അമ്പലത്തിലേക്ക് വരണം. അത് അമ്പലത്തിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കുന്നതിൻ്റെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു റീലായിട്ട് നമുക്ക് തന്നെ എടുക്കാൻ കഴിയില്ല. ആ കുട്ടിയെ ഈ ഒരു ഹിന്ദുത്വ പ്രൊജക്റ്റിലെ ഒരു വെപ്പണ ഒരു ടൂളായിട്ട് അതിനുപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ആ പരിപാടിയെ ആ കുട്ടിയുടെ കലാപരിപാടിയെ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നപ്പോ ബീഹാറിൽ മൈഥിലി താക്കൂർ ഉള്ള ഒരു ഗായിക കോവിഡ് കാലത്താണ് അവർ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നത്. ഫൈനലി അവരെ ഈ BJP സ്ഥാനാർത്ഥിയാക്കി. വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ്, ഒരു 20-21 വയസ്സുള്ള ഒരാള്. അത്തരത്തിൽ അങ്ങനെ വിജയിപ്പിച്ച, പലയിടങ്ങളിലും വിജയിപ്പിച്ച പദ്ധതികൾ ഇവിടേക്കും കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ. അതെ അതെ. ഈ മണ്ണൊരുക്കലിന്റെ മുന്നോടിയായിട്ട് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു 10-15 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ടൂർ പാക്കേജുകൾ എങ്ങനെയാണ് മാറിയിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ഇവിടെ നിന്നുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും സ്ത്രീകളും ഉൾപ്പെടുന്ന തീർത്ഥാടന സംഘങ്ങൾ വ്യാപകമാണ്. കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സംഘങ്ങൾ, അതായത് ഒരു യാത്ര എന്നുള്ളതിനേക്കാൾ ഉപരി സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങാൻ സാധിക്കുന്ന ഒരു തുറവിയിലേക്ക് പോകുന്ന ഒരു അല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു തലമുറയിലെ സ്ത്രീകൾ അമ്പലത്തിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും തടസ്സമില്ലാത്തൊരു സംഗതിയും കൂടിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇത്തരം ടൂർ പാക്കേജുകളെ വളരെയധികം ഉപയോഗപ്പെടുത്തുകയും പോവുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളുടെ യാത്രകൾ എന്ന് പറയുന്ന ഇച്ചിരി പ്രായമായ ആളുകളുടെ വീട്ടമ്മമാരുടെയൊക്കെ യാത്രകൾ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഇത്തരം ഹിന്ദു തീർത്ഥാടന കേന്ദ്രം തിരിച്ചുകൊണ്ട് കേട്ടോ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള യാത്രകൾ ഇതേപോലെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ യാത്രകളിലൂടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ എക്സ്പോഷർ ഇവിടെ വന്ന തിരുനാവായയിലെ മണൽപ്പുറത്ത് വന്ന ആ കാഴ്ചയുണ്ടല്ലോ, അത് പരിചിതമാണ് സത്യത്തിൽ. വേറെ ഒരു അർത്ഥത്തിൽ ഇത്തരം തീർത്ഥാടന സംഘങ്ങൾക്കും ഇത്തരം ആളുകൾക്കും ഒരുപാട് വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരം സന്യാസിമാരുടെയും ഇത്തരം കാഴ്ചകളും ഈ കാവ്യയോടുള്ള എക്സ്പോഷറും ഒക്കെ സ്വാഭാവികതയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റെപ്ലിക്ക എന്നുള്ള രീതിയിൽ ഇവിടെ വരുമ്പോൾ അതിനൊരു വലിയ ഞെട്ടലോ അത്ഭുതമോ ഈ പറയുന്ന വിശ്വാസി സമൂഹത്തിന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അതൊരു ഭൂരിപക്ഷമാണെന്നൊന്നല്ല പറയുന്നത്, ഒരു പക്ഷേ ന്യൂനപക്ഷമായിരിക്കാം, പക്ഷെ അത്തരം ഒരു ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇഷ എന്ന് പറയുന്ന കോയമ്പത്തൂരിലുള്ള ആ ഒരു സ്ഥാപനം വളരെ നിഷ്കളങ്കവും മതേതരവുമാണെന്നുള്ള തോന്നലാണ് പുറമേക്ക് ഉണ്ടാവുക. ഒരു ഗംഭീര ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അവിടുത്തെ ആ നരേഷൻ ഉണ്ടല്ലോ, ആ ഷോ നടക്കുന്നതിന്റെ നരേഷനിൽ ചരിത്രമാണ് എന്നുള്ള രീതിയിലാണ് അതിന്റെ വോയിസ് ഓവറിൽ മുഴുവനും ഈ മിത്തിക്കൽ സംഗതികളെ പ്ലേസ് ചെയ്യുന്നത്. ഇത് കാണുന്ന ആൾക്കൂട്ടം ഷോ കണ്ടിട്ട് ഭക്തി പുരസരം ഭയങ്കരമായിട്ട് ആർപ്പ് വിളിക്കുന്ന കാഴ്ച അവിടെ കാണുന്നത്. എത്ര നിഷ്കളങ്കവും യോഗയും സംഗതികളുമാണ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രകടനത്തിനുള്ള, അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളെ മുഴുവൻ സെക്കുലർ ആണ് എന്ന് പുറമേക്ക് ധരിപ്പിച്ചുകൊണ്ട് യോഗയുടെ പ്രാക്ടീസ് ആണ് നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് പല പല പോക്കറ്റുകളിലായിട്ട് ഇത്തരം ഹിന്ദുത്വ വ്യാപനം തന്നെ നടക്കുന്നത്. കേരളത്തിനകത്ത് ഈ ഗണേശോത്സവം പോലുള്ള സംഗതികൾ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഏറ്റെടുക്കൽ, മുമ്പ് ഇടതുപക്ഷ സംഘടനകൾ പറഞ്ഞിരുന്നത് ഇത്തരം ആഘോഷങ്ങളും ഇത്തരം രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും ഒക്കെ വ്യാഖ്യാനങ്ങളും ഒക്കെ നമ്മൾ ഇന്ത്യയുടെ പൈതൃക ടെക്സ്റ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, സംഘപരിവാറിന് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെയാണത് പ്രൊസസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അമ്പലങ്ങളുടെ ദേവസ്വം ബോർഡുകളിൽ ഇരിക്കുകയും പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ ദേവസ്വം ബോർഡുകളുടെ കാർമ്മികത്വത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഓഫീസിലേക്ക് വന്ന് എത്തിയ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകർ കാലക്രമേണ ഈ പറയുന്ന സംഘപരിവാരത്തിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചകൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവനാണ് കുംഭമേളയുടെ രക്ഷാധികാരികളുടെ ഒരാള്. അതെ, അതായത് അയ്യപ്പ സംഗമത്തില് യോഗി ആദിത്യനാഥിന്റെ ആശംസ പുളകിതനായിട്ട് വായിച്ച അതേ VN വാസവൻ.
ആ വി എൻ വാസവന് ഒരിക്കലും അതിനകത്തൊരു തെറ്റ് തോന്നുന്നില്ല. വി എൻ വാസവന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന് തോന്നുന്നില്ല എന്നും കൂടി നമുക്ക് അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വായിക്കേണ്ടി വരും. അതിനാരും തിരുത്തിയിട്ടൊന്നുമില്ല. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കേരള സർക്കാർ നടത്തുന്ന കേരള സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ വായിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ബോണസാ. സത്യത്തിൽ ഈ സംഘപരിവാറിനെ സംബന്ധിച്ച് ബോണസാ. മുമ്പ് ഇവിടെ തൊഗാഡിയ വന്ന സമയത്ത് എങ്ങനെയാണ് കേരളം നേരിട്ടിരുന്നതെന്ന് നമുക്ക് അറിയാം. വളരെ എതിർപ്പും ഗോബാക്ക് ഒക്കെ വിളിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ഹിന്ദുത്വത്തിന്റെ ഫാസിസ്റ്റ് രൂപമായിട്ടുള്ള അതിന്റെ ഒരു ആൾരൂപം എന്നൊക്കെ, ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ആൾരൂപം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, വിധ്വംസകമായിട്ടുള്ള ഫാഷിസ്റ്റ് രൂപത്തിന്റെ ആൾരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദിത്യനാഥിനും അവിടുത്തെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ആദിത്യനാഥിന്റെ ഒരു സന്ദേശം, എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട് ഇന്ത്യയിൽ, അവരിൽ നിന്നൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്നത് യോഗി ആദിത്യനാഥാണ്. അതും ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ. അതിനേക്കാൾ കൂടുതൽ കേരള സർക്കാരിനെ കൊണ്ട് ഒരു അയ്യപ്പ സംഗമം എന്തൊക്കെ ന്യായീകരിച്ചാലും, എന്തിന്റെയൊക്കെ പേരിൽ ന്യായീകരിച്ചാലും അത് നടത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാ. അയ്യപ്പ സംഗമം നടത്താൻ പറ്റുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിന് കുംഭമേളയുടെ രക്ഷാധികാരിയായിട്ടിരിക്കാനും ഒരു തടസ്സം പറയാൻ പറ്റില്ല. അതെല്ലാം അവരുടെ ഒരു രക്ഷാധികാരികളായി തന്നെ ഇവർക്ക് ഭാവി കാലങ്ങളിൽ നടത്തിപ്പുകാരായിട്ടും ഇരിക്കേണ്ടി വരും. ഇപ്പൊ ശോഭ സുരേന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കള്, BJP നേതാക്കള്, സർക്കാരും മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിനെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു പരിഭവം പറച്ചില് നടത്തുന്നുണ്ട്. ശോഭ സുരേന്ദ്രനെ കൂടെ പോയിരുന്നു കേട്ടോ. ശോഭ സുരേന്ദ്രനെ പോലൊക്കെയുള്ള സംഘപരിവാർ BJP നേതാക്കള് കൃത്യമായിട്ട് സർക്കാരിനോട് പറയുന്ന ഒരു സന്ദേശം എന്താണെന്നറിയോ? ഇതൊരു വലിയ ബിസിനസ്സാണ്. ഇതിന്റെ ഒരു ഭാവിയിലേക്കുള്ള ബിസിനസ് സാധ്യത നിങ്ങൾ കാണാതെ പോകരുത്. അയോധ്യയിലും വാരണാസിയിലും പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചപ്പോഴും ഒക്കെ നിങ്ങൾ ആദ്യം അതിനെ പൊളിറ്റിക്കലായിട്ട് എതിർക്കുമ്പോഴും അത് തുറന്നു വയ്ക്കുന്ന കോടികളുടെ മില്യൺസ് ഓഫ് റുപ്പീസിന്റെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ 1 രൂപ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് മാത്രം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ സമ്പത്താണ്. ഇന്ത്യയിലുമുള്ള മുഴുവൻ ജനങ്ങളും ഇവിടേക്ക് എത്തുകയാണ് ചെയ്യുക. ആ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ മുഴുവനും പോസിറ്റീവായി മാറ്റാനുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഇത് എന്ന് പറഞ്ഞ് അവരങ്ങനെ തന്നെ പറയുന്നത്. ഇതൊരു ബിസിനസ് പ്രോജക്റ്റ് ഇങ്ങനെയാണ് സർക്കാർ ഡീൽ ചെയ്യേണ്ടതെന്ന് സർക്കാരിന് മുമ്പിലേക്ക് വെക്കുന്ന ഒരു പ്രൊജക്ട്. അതിന്റെ പിന്നിൽ ഭക്തിയെയും യോഗയെയും ഹിന്ദുത്വ ധർമ്മങ്ങളെയും ഈ പറയുന്ന ഇവരുടെ സോക്കോൾഡ് ടെർമിനോളജികൾ മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരു ബിസിനസ് പ്രോജക്റ്റ് വെക്കുന്നത്. ഇതിൽ നിന്ന് സർക്കാർ പിന്മാറാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. എങ്ങനെയാണോ പൊങ്കാലയെ ബിസിനസ് പ്രോജക്റ്റാക്കി മാറ്റിയത്, എങ്ങനെയാണോ ശബരിമലയുടെ സാധ്യതകൾ കണ്ടെത്തിയത്, അതുപോലെ തന്നെ ഭാവിയിൽ കേരളത്തിന്റെ ഒരു ബിസിനസ് കം ഹിന്ദുത്വ കം ആത്മീയ പ്രോജക്റ്റ് ആയിട്ട് ഈ സംഗതി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മാധ്യമങ്ങൾ ഇപ്പൊ പിന്നിലേക്ക് നിൽക്കുന്നു എന്നുള്ളത് നോക്കണ്ട. നാളെ ഇതിന്റെ സാധ്യതകളെ ലൈവായി ഇപ്രാവശ്യം സംഘപരിവാരത്തിന്റെ ജനൻ TV മാത്രമാണ് കണ്ണു നിറഞ്ഞും ഭക്തിയും കൊണ്ട് അതേ വേഷങ്ങളെല്ലാം ധരിച്ചിട്ട് ലൈവും അല്ലാണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനോരമ അവിടെ ചെന്നിട്ടുണ്ട്. മനോരമയും ഭക്തിയിൽ ആറാടിക്കൊണ്ട് ഈ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്. News 18 ചാനലിൽ ഭക്തിയിൽ ആറാടിക്കൊണ്ട് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുണ്ട്. ഇതൊരു ഇൻഡിക്കേറ്ററാണ് സത്യത്തിൽ. മനോരമ ഇന്ന് അതിന്റെ ബിസിനസ് സാധ്യത കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടത്തെ കലണ്ടർ നോക്കിയാലും പത്രം നോക്കിയാലും മനസ്സിലാവാത്ത കാര്യങ്ങൾ 10-20 കൊല്ലം കൊണ്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം നിരീക്ഷിച്ചാൽ ഞാൻ മനസ്സിലാവും. അതിലൊന്ന് ലോക്കൽ അമ്പലങ്ങളിലെയും പള്ളികളിലെയും, എല്ലാ പള്ളികളിലെയും, ക്രിസ്ത്യൻ പള്ളികളിലെയും മുസ്ലിം പള്ളികളിലെയും ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾക്ക് അതിന്റെ ചിത്രങ്ങൾക്ക് എങ്ങനെയാണ് ലോക്കൽ പേജുകളിൽ ഇടം കിട്ടിയത് എന്നുള്ളതിന്റെ ഒരു ചരിത്രം കൂടിയിട്ടാണ് കേരളത്തിന്റെ ഈ മാറുന്ന മനസ്സിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഒപ്പം സപ്ലിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഏകാദശി സപ്ലിമെന്റ്, ശബരിമല സപ്ലിമെന്റ്, പൊങ്കാല സപ്ലിമെന്റ്, റംസാൻ സപ്ലിമെന്റ്, അങ്ങനെ പലതരം സപ്ലിമെന്റുകൾ. ഇനി അടുത്ത കൊല്ലം തുടങ്ങി കുംഭമേള സപ്ലിമെന്റിനുള്ള ഒരു സാധ്യതയും കൂടിയിട്ടാണ് മനോരമയുടെ ഈ റിപ്പോർട്ടിംഗ്. നാളെ ഇതിന്റെ ബിസിനസ് സാധ്യതയും കാഴ്ചക്കാരും കൂടുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ മാധ്യമങ്ങളും ഇത് ചെയ്യും. ഇതിനെ അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എതിരായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം. അതെന്തുകൊണ്ട് മാധ്യമങ്ങൾ ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് ഒരു എഡിറ്റോറിയൽ വന്നിട്ടില്ല, ഇതിനെതിരായിട്ട് എന്തുകൊണ്ട് ഒരു സാംസ്കാരിക നായകനോ എന്തൊരു രാഷ്ട്രീയ നേതാവോ എന്തുകൊണ്ട് സംസാരിച്ചില്ല, എന്തുകൊണ്ട് നിശബ്ദത? ശരിക്കും ഇത് അവഗണനയുടെ രാഷ്ട്രീയമല്ല, നിശബ്ദത കൊണ്ട് പിന്തുണയുടെ രാഷ്ട്രീയമാണ് ഇവിടുത്തെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ബിസിനസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ സ്റ്റേറ്റ് എക്കോണമിക്ക് എങ്ങനെയാണ് കുംഭമേളകള് ലാഭകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നതെന്നുള്ളതിന് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ തന്നെ കേരളത്തിലെ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു റിപ്പോർട്ട് ഓർഗനൈസറിൽ വന്നിരുന്നു.
അത് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ 2 ലക്ഷം കോടി രൂപ വെറുതെ പാഴാക്കിയെന്നാണ്. അതായത് ഇതിന് കിട്ടുമായിരുന്നു. അതിന്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഇപ്പോ 2025 പ്രയാഗ്രാജിലെ കുംഭമേളയില് 66 കോടി ആൾക്കാരാണ് വന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത്. അതിൽ 2.8 ലക്ഷം കോടി രൂപയുടെ എക്കോണമിയാണ് ബിൽഡ് ചെയ്തത് UP-യിൽ മാത്രമായിട്ട്. അതായത് UP ഗവൺമെന്റ് 7,500 കോടി രൂപ UP ഗവൺമെന്റ് മാത്രം കൊടുത്തു, 1,500 കോടി രൂപ കേന്ദ്രം കൊടുത്തു. ഈ 9,000 കോടി രൂപയെന്നാണ് 2.8 ലക്ഷം കോടി രൂപയുടെ എക്കോണമി ബിൽഡ് ചെയ്തത് എല്ലാം കൂടിയിട്ട്. അതായത് അതിൻ്റെ ഒരു കണക്ക് ഇപ്പൊ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ 1 രൂപയാണ് മുടക്കുന്നതെങ്കിൽ 35 മുതൽ 40 രൂപ വരെയാണ് റിട്ടേൺ വരുന്നത്. ഈ കേരളത്തിന്റെ കുംഭമേളയെ കുറിച്ചും ഓർഗനൈസറിന്റെ ഒരു കൗതുകരമായ കണക്കുണ്ട്. അതായത് 1 കോടി മുതൽ 2 കോടി വരെ തീർത്ഥാടകരാണ് ഈ അടുത്ത വർഷങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരാള് 2,000 മുതൽ 5,000, 2,500 രൂപ മുതൽ 5,000 രൂപ വരെ ഇത്രയും ദിവസങ്ങൾ നിൽക്കുമ്പോൾ ചെലവാക്കും. അപ്പൊ 1 കോടി തീർത്ഥാടകരാണെങ്കിൽ 50,000 കോടി മുതൽ 1 ലക്ഷം കോടി രൂപ വരെ വരുമാനം ഉണ്ടാവും. അത് 2 കോടി സന്ദർശകരാണെങ്കിൽ 2 ലക്ഷം കോടി രൂപ വരെ വരുമാനം ഉണ്ടാവും. ഈ സാമ്പത്തികമായിട്ടുള്ള വരുമാനം മാത്രമല്ല, അതിനനുബന്ധമായിട്ട് ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്, റോഡുകൾ, ഫ്ലൈ ഓവറുകൾ വരുന്നു, ഭാരതപ്പുഴ ശുദ്ധീകരിക്കുന്നു. അതൊക്കെ രസകരമായുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അങ്ങനെയൊക്കെ ആയിട്ട് വളരെയധികം ഒരു സ്റ്റേറ്റ് എക്കോണമിയെ ഒരു ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഓർഗനൈസർ ഒരു രോഷത്തോടു കൂടി ചോദിക്കുന്നത്. നമ്മൾ ഈ മാധ്യമങ്ങൾ അവഗണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഏത് മാധ്യമങ്ങളാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതിനും കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നു എന്നായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ കുംഭമേള എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാല് വളരെ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളുള്ളൂ. അതല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട, മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ള ഭയങ്കര വർണ്ണാഭമായിട്ടുള്ള ചടങ്ങിന്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസ്, പിന്നെ അതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലായിട്ട് വളരെ നിഷ്കളങ്കമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇപ്പം അത് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരൊക്കെ നല്ല ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഇപ്പം ഇവിടുത്തെ മാധ്യമങ്ങൾ അവഗണിച്ചില്ലേ എന്നുള്ളത് ഇപ്പം ഇത് ലക്ഷ്യം വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. സത്യം പറഞ്ഞാൽ അവര് ലക്ഷ്യം വെച്ച സംഗതി കൃത്യം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഡിവിജ്വലി ഇപ്പൊ ഒരു 10 ഒരാള് സ്റ്റാറ്റസ് ഇടുമ്പോ എത്ര ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇൻഡിവിജ്വൽ മീഡിയ എന്നുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. മലയാളത്തിലുള്ള കണ്ടന്റിനേക്കാൾ കൂടുതൽ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഉള്ള ഈ കുംഭമേളയെ കുറിച്ചിട്ടുള്ള സംഗതികൾ ഗംഭീര വിഷ്വൽസോട് കൂടിയിട്ട് ഈ സ്പെക്ടക്കിൾ എന്നുള്ള രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയും മതപരമായിട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. അവിടെയാണ് നേരെ തിരിച്ച് ഇത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതിന്റെ അജണ്ട എന്താണെന്ന് പറയുന്ന രീതിയിലുള്ള, ഈവൻ ഇപ്പം മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമവും അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല, നിലപാടെടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇതിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്ന, അതിപ്പോ ഇടതായാലും വലതായാലും കേരളത്തിന് എപ്പോഴും ഒരു ഇടത് മനസ്സുണ്ടെന്ന് നമ്മൾ പറയും. അതിപ്പോ ഇടതുപക്ഷത്തു നിന്നാണെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലൊക്കെ ഉള്ള അവിടെ നിന്നാണെങ്കിൽ പോലും ഒരു ശബ്ദം പോലും കേട്ടില്ല. അതാണ് ഇതിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ സംഘടനകൾ, ഇപ്പം യുവജന സംഘടനകളൊക്കെ ഉണ്ട്, അവരൊന്നും തന്നെ, അതായത് ഈ സംഗതിയെ അവഗണിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകുന്നില്ല. ശശി തരൂർ പോസ്റ്റ് ഇട്ടത് സാംസ്കാരിക നവോത്ഥാനത്തിന്റെ അടയാളം എന്നാണ് കുംഭമേളയെ കുറിച്ചിട്ട്. ശശി തരൂരിന്റെ പോസ്റ്റിൽ അഭിപ്രായത്തിൽ ഒരു അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. അത്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതൊക്കെ മാത്രമല്ല, ഇപ്പോ സ്റ്റേറ്റിന്റെ ഒരു സപ്പോർട്ട് ഡയറക്റ്റ് തന്നെയായിട്ട് ഈ ഉത്സവത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് സർക്കാരുകളിൽ നിന്ന് സർക്കാർ ബസ്സുകള് ഇങ്ങോട്ട് ഉണ്ടായിരുന്നു. 2 ട്രെയിനുകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 2 ട്രെയിനുകൾ. തപാൽ വകുപ്പ് ഗംഗാജലം എന്ന പേരിൽ ഉള്ള വെള്ളം കുപ്പിയിലാക്കി പൈസ കൊടുത്ത് വിറ്റിട്ടുണ്ട്. അപ്പോ കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ ഇപ്പൊ ഇത്രയും ആൾക്കാർ കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടാണ് KSRTC ഇത് ഈ പറഞ്ഞ പോലെ കൂടുതൽ റൂട്ടുകളൊക്കെ അനുവദിക്കേണ്ടി വരും. എങ്കിലും ഭാവിയിൽ നോക്കുമ്പോൾ ഇപ്പൊ UP-യിലൊക്കെ നടക്കുന്ന കുംഭമേള എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പൊ ഒരു ഹിന്ദുത്വ പ്രൊജക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഹിന്ദു ഉത്സവത്തിന്
സ്റ്റേറ്റ് തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിൻ്റെ ഒരു അപകടം അതിഭയങ്കരമാണ്. ഒരു മതേതര സെക്യുലർ ആയിട്ടുള്ള ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു വർഗീയ പ്രൊജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള, അവിടെയാണ് ഈ VN വാസവന്റെ രക്ഷാകർതൃത്വം ഒരു നമ്മള് അതായത് ഫൈനലി ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട പോലെയുള്ള ഒരു അതായത് മലപ്പുറം പോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഇടത്ത് ഒരു മതമൈത്രിയുടെ ഉത്സവം നടന്നു എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് അവസാനം എത്തിപ്പെട്ടത്. മോരും വെള്ളം വിറ്റിട്ട് രക്ഷപ്രഭുക്കളായിട്ടുള്ള മുസ്ലിങ്ങളെ കുറിച്ചിട്ടുള്ള കെട്ടുകഥകളാണ് റീലുകളിൽ നിറയെ പ്രചരിക്കുന്നത്. ഏറ്റവും ഇതും കൂടി പറഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യാതെ തോന്നുന്നു. ഭാരതപ്പുഴയുടെ ഭാരതം എന്നുള്ള പേരും ഒക്കെ വെച്ചിട്ടാണ് മാമാങ്കത്വമായിട്ടുള്ള കണക്ഷനും തീരം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പക്ഷെ കേരളത്തിലെ പുഴകളുടെ ഒരു ഗതിവിഗതികളുടെ റൂട്ട് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ട് ഇത് നടത്താൻ പറ്റുന്ന സ്ഥലമാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ തീരം കേരളത്തിൽ ഒഴുകുന്ന പുഴകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു പുഴയാണ് ഭാരതപ്പുഴ. അതാണ് സമതലങ്ങളിൽ കൂടെ ഒഴുകുന്ന വളരെ വീതിയുള്ള മണൽത്തിട്ടകളുള്ള ഒരു പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴ മാത്രമേ ഉള്ളൂ. മറ്റു പുഴകളുടെ തീരത്തൊന്നും ഈ രീതിയിലുള്ള ഒരു സ്പെക്ടക്കിൾ ഉണ്ടാക്കാനോ ഒരു ഷോ നടത്താനോ സാധിക്കില്ല. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണൽപ്പരപ്പുള്ള വിഷ്വലിയും ഇൻഫ്രാസ്ട്രക്ചറലിയും സാധിക്കുന്ന ഒരു പുഴ എന്നുള്ള രീതിയിലാണ് നിളായുടെ തീരത്ത്. നിളയുടെ കേരളത്തിലെ നിള എന്ന് പറയുന്ന നദി സാഹിത്യത്തിലും കവിതകളിലും മനുഷ്യന്മാരുടെ ജീവിത ഓർമ്മകളിലും ഒക്കെ മറ്റൊരു തരത്തിലാണ് നിലനിന്നിരുന്നത്. ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ആണ് സത്യത്തിൽ നിള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ. എന്ന് മാത്രമല്ല, കുറെ കാലം മുമ്പ് ഈ അടുത്ത കാലത്തൊക്കെ നിളയിലെ വെള്ളത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ അകത്ത് വെള്ളം കുറയുന്നതും അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിന്റെ മണൽ വാരലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിളയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നതും സാഹിത്യ ചരിത്രം എന്ന് പറയുന്നതും മറ്റൊന്നാണ്. അവിടത്തേക്കാണ് ഇതിനെ ഒരു കാവി ഒഴുകുന്ന ഒരു ഭാരതപ്പുഴയാക്കിയിട്ട് അതിന്റെ രാഷ്ട്രീയത്തെയും അതിന്റെ സാഹിത്യത്തെയും മുഴുവൻ ഉടച്ചു കളഞ്ഞുകൊണ്ട് മറ്റൊന്നിനെ ഇതിനെ ആദേശം ചെയ്യാൻ വേണ്ടി തന്നെ, അങ്ങനെ തന്നെ പറയാം, ഇതിനെ മാറ്റിക്കളഞ്ഞിട്ട് ഈ ഒരു നിളയുടെ കേരള ചരിത്രത്തെ മാറ്റിക്കളഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ ചരിത്രത്തെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. അത് ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ടാണ് രാഷ്ട്രീയ കേരളത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അതിന്റെ പങ്കാളിത്തം കൊണ്ട് മാത്രമല്ല നിശബ്ദത കൊണ്ടും കൂടിയിട്ട് ഈ പ്രൊജക്ടിന്, ഹിന്ദുത്വ ഫാസിസ്റ്റ് വിധ്വംസകമായ ഒരു പ്രൊജക്ടിന് ലഭിച്ചത്. അത് ഇനിയെങ്കിലും കേരള ജനത തിരിച്ചറിയുകയും അതിനെതിരായ സ്വരങ്ങൾ മറ്റൊരു രാഷ്ട്രീയമായി തന്നെ കേരളത്തിന്റെ ഒരു നവോത്ഥാന ചരിത്രവും മതേതര ചരിത്രവും ഒക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്.